നമസ്കാരം. പ്രധാന വാർത്തകൾ. ലൂസിഫറിനെ മറികടന്ന് ആടുജീവിതം. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം വമ്പൻ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ആടുജീവിതം മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമാകാൻ കുതിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. മോഹൻലാൽ നായകനായ ലൂസിഫറിന്റെ ലൈഫ് ടൈം കളക്ഷൻ ആടുജീവിതം മറികടന്നിരിക്കുകയാണ്. കളക്ഷനിൽ ഒന്നാമതായ മഞ്ഞുമൽ ബോയ്സ് സിനിമയെ ആടുജീവിതം മറികടക്കുമോ എന്നതാണ് ഇനിയത്തെ ആകാംക്ഷ. ആഗോള ബോക്സ് ഓഫീസിൽ 130 കോടിയിലധികം നേടിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നാണ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. ലൂസിഫർ ആഗോളതലത്തിൽ ആകെ 128 കോടി രൂപയായിരുന്നു നേടിയത് എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായത്. സംവിധായകനായി പൃഥ്വിരാജ് അരങ്ങേറ്റം കുറിച്ച ചിത്രമാണ് മോഹൻലാലിന്റെ ലൂസിഫർ എന്ന പ്രത്യേകതയുമുണ്ട്. സംവിധായകനും നായകനായും ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും പൃഥ്വിരാജിനാണ്. പറമ്പിൽ 2 യുവാക്കൾ മരിച്ച നിലയിൽ. പരിസരത്തു നിന്നും സിറിഞ്ചുകൾ കണ്ടെത്തി. കോഴിക്കോട് ഒഞ്ചിയം നെല്ലാഞ്ചേരിയിൽ ഒഴിഞ്ഞ പറമ്പിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രദേശവാസികളായ അക്ഷയ്, രൺദീപ് എന്നിവരെയാണ് നെല്ലാച്ചേരി പള്ളിക്കടുത്ത പറമ്പിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. പരിസരത്ത് നിന്ന് സിറിഞ്ചുകൾ കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. ഇരുവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ 1-ാം പ്രതി രൂപേഷിന് 10 വർഷം തടവ്. വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ മാവോയിസ്റ്റ് രൂപേഷിന് 10 വർഷം തടവ്. മറ്റൊരു പ്രതി അനൂപിന് 8 വർഷം തടവും ശിക്ഷ വിധിച്ചു. കേസിൽ രൂപേഷ്, കന്യാകുമാരി, അനൂപ്, ബാബു ഇബ്രാഹിം എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ വിധിച്ചിരുന്നു. 4-ാം പ്രതി കന്യാകുമാരിക്കും 8-ാം പ്രതി ബാബു ഇബ്രാഹിമിനും 6 വർഷവും 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷവുമാണ് തടവ്. കൊച്ചി NIA കോടതിയുടേതാണ് വിധി. 4 പ്രതികളും കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി കണ്ടെത്തിയിരുന്നു. വയനാട് വെള്ളമുണ്ടയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AB പ്രമോദിനെ വീട് കയറി സായുധ സംഘം ഭീഷണിപ്പെടുത്തുകയും മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്യുകയും പോസ്റ്റർ പതിക്കുകയും ചെയ്ത കേസിലാണ് 4 പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതിയുടെ ശിക്ഷാവിധി. 8 പേരുള്ള കേസിൽ ബാക്കി 3 പ്രതികൾ പിടിയിലാകാനുണ്ട്. രൂപേഷിനും കന്യാകുമാരിക്കുമെതിരെ ഗൂഢാലോചനയും തീവ്രവാദ പ്രവർത്തനങ്ങളും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി. അനൂപിനും ബാബു ഇബ്രാഹിമിനുമെതിരെ തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും സഹായം ചെയ്തതിനും UAPA നിയമത്തിലെ 38, 39 വകുപ്പുകൾ മാത്രമാണ് തെളിഞ്ഞത്. സിദ്ധാർത്ഥ് കൊലക്കേസിലെ പ്രതിയുടെ അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിലെ 11-ാം പ്രതിയായ ആദിത്യന്റെ അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തിരിക്കര പുതിയോട്ടുകര PK വിജയനെയാണ് വീട്ടിലെ മുറിയിൽ ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 55 വയസ്സായിരുന്നു. പിള്ളപ്പെരുവണ്ണ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകനാണ് വിജയൻ. ഭാര്യ മേരി മിറാൻഡ ഇതേ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. ഇവർക്ക് ഒരു മകൾ കൂടിയുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിജയനെ ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടപ്പാളിൽ യുവതിയെ കസേരയിൽ കെട്ടിയിട്ട് കവർച്ച. മലപ്പുറം എടപ്പാളിൽ വീട്ടിൽ കയറി യുവതിയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയെന്ന് പരാതി. എടപ്പാൾ വട്ടംകുളത്ത് അശോകന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അശോകന്റെ മരുമകൾ രേഷ്മയെ കസേരയിൽ കെട്ടിയിട്ട് 15 പവൻ സ്വർണം കവർന്നെന്നാണ് പരാതി. ഇന്ന് രാവിലെ 8:30-നാണ് കവർച്ച നടന്നതായി പറയുന്നത്. മാസ്കും കണ്ണടയും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയതെന്ന് പരാതിക്കാരി ആരോപിച്ചു. ഇയാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. ഈ സമയത്ത് മുൻവശത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു രേഷ്മ. ഇതേ കസേരയിൽ രേഷ്മയെ കെട്ടിയിട്ടയാൾ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കവർന്നു. പിന്നീട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും കവർന്നു. സംഭവം നടക്കുമ്പോൾ രേഷ്മയുടെ അമ്മായിയമ്മയും ഭർത്താവും വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇവരാരും സംഭവം അറിഞ്ഞില്ല. അമ്മായിയമ്മ കുളിക്കുകയായിരുന്നു. രേഷ്മയുടെ ഭർത്താവ് വീട്ടിലെ മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് മൊഴി. കുളി കഴിഞ്ഞ് പുറത്തു വന്ന അമ്മായിയമ്മയാണ് രേഷ്മയെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. പിന്നീടാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ ചങ്കരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാമേശ്വരം കഫേ സ്ഫോടനം. മുഖ്യ സൂത്രധാരൻ പിടിയിൽ. ബംഗളൂരു രാമേശ്വരം കഫേയിൽ നടന്ന സ്ഫോടനത്തിൽ മുഖ്യപ്രതികളായ 2 പേരെ NIA അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ കാന്തിയിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. മുസാവിർ ഹുസൈൻ ഷാഹിബ്, അബ്ദുൾ മത്തീൻ താഹ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഷാസേഫ് കഫേയിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ചപ്പോൾ ആക്രമണവും തുടർന്നുള്ള അവരുടെ തിരോധാനവും ആസൂത്രണം ചെയ്തത് താഹയാണെന്ന്
അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. രണ്ടുപേരെയും കൊൽക്കത്തയിലെ ഒരു ഒളിത്താവളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അവിടെ അവർ വ്യാജ പേരുകളിൽ താമസിക്കുകയായിരുന്നു. മാർച്ച് 1-നാണ് ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ കഫേയിൽ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനും ജീവനക്കാർക്കുമടക്കം 10 പേർക്ക് പരിക്കേറ്റിരുന്നു. കർണാടക, തമിഴ്നാട്, UP എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും പിന്നാലെയാണ് പ്രതികളെ പശ്ചിമ ബംഗാളിൽ നിന്നും പിടികൂടിയത്. കൊടും ചൂടിൽ ആശ്വാസം. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസമായി വേനൽ മഴയെത്തി. തെക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ പെയ്തത്. വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം 7 ജില്ലകളിൽ ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലടക്കം മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ നഗരത്തിന്റെ പല മേഖലയിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും മഴ കിട്ടി. വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും ചില ജില്ലകളിൽ മഴ പെയ്തിരുന്നു. എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി വരെയാണ് ചൂട്. കോഴിക്കോട് 38 ഡിഗ്രി വരെയും കണ്ണൂരിൽ 37 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം വരും ദിവസങ്ങളിൽ ചൂടിന് ശമനമുണ്ടാകുമെന്നും വടക്കൻ കേരളത്തിലടക്കം മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. ആത്മഹത്യാ ശ്രമത്തിന്റെ ചിത്രങ്ങളും ശബ്ദ സന്ദേശവും വാട്സപ്പിൽ ഭർത്താവിന് അയച്ച ശേഷം യുവതി ജീവനൊടുക്കി. കുമ്പിൾ മുള്ളാണിപ്പച്ച സ്വദേശിനി ശ്രീവിദ്യയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തെറ്റിമുക്കിന് സമീപമുള്ള വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് നിഗമനം. 3 വർഷം മുമ്പായിരുന്നു കാരിച്ചിറ സ്വദേശി ജിതിനുമായി ശ്രീവിദ്യയുടെ വിവാഹം. മരിക്കാൻ പോവുകയാണെന്ന് അറിയിച്ച് ജിതിന് വാട്സപ്പ് സന്ദേശം അയച്ചു കൊടുത്ത ശേഷമാണ് ശ്രീവിദ്യ ജീവനൊടുക്കിയത്. ആത്മഹത്യാ ശ്രമത്തിന്റെ ചിത്രങ്ങളും അയച്ചിരുന്നു. ജിതിൻ ശ്രീവിദ്യയെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും ഫോൺ എടുത്തില്ല. പിന്നാലെ ജിതിൻ വീട്ടിലെത്തിയപ്പോഴേക്കും ശ്രീവിദ്യ തൂങ്ങി മരിച്ചിരുന്നു. ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇവർക്ക് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. ശ്രീവിദ്യയുടെയും ജിതിന്റെയും മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീവിദ്യ നേരത്തെയും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് ജിതിൻ പോലീസിന് നൽകിയ മൊഴി. സൈക്കിളിൽ നിന്ന് തലയടിച്ച് റോഡിലേക്ക് വീണ 14-കാരന് ദാരുണാന്ത്യം. കണ്ണൂർ ചെമ്പേരിയിലാണ് അപകടം നടന്നത്. ചെമ്പേരി വെണ്ണായമ്പള്ളിയിൽ ബിജു ജാൻസി ദമ്പതികളുടെ മകൻ ജോബിറ്റാണ് മരിച്ചത്. സൈക്കിളിൽ നിന്ന് റോഡിലേക്ക് തലയിടിച്ചു വീണാണ് മരണം സംഭവിച്ചത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോൺസുലേറ്റിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ പിരിച്ചുവിട്ട് കാനഡ. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വർഷങ്ങളായി തുടരുന്നതിനിടെ കോൺസുലേറ്റിൽ നിന്ന് ഇന്ത്യക്കാരായ ജീവനക്കാരെ പിരിച്ചുവിട്ട് കാനഡ. ഇന്ത്യയിലെ കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്നവരെയാണ് കാനഡ ഒഴിവാക്കിയത്. അതേസമയം വിസ നടപടികൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് അധികൃതർ പറഞ്ഞു. ഖലിസ്ഥാൻവാദി നേതാവ് ഹർദീപ് സിംഗ് നിജയുടെ കൊലപാതകത്തെ ചൊല്ലി നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്ന ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെയാണ് നടപടി. ഇന്ത്യയിലെ 41 നയതന്ത്ര ഉദ്യോഗസ്ഥരെ നേരത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം തിരികെ വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇന്ത്യക്കാരായ നിരവധി ജീവനക്കാരെ കാനഡ പിരിച്ചുവിട്ടത്. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന 100ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നാണ് വിവരം. വിസയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ലെന്നും ഇന്ത്യക്കാരെ സന്ദർശനത്തിനും പഠനത്തിനും ജോലിക്കുമെല്ലാം കാനഡയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും കനേഡിയൻ അധികൃതർ പറഞ്ഞു.